എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അരിപ്പായസമാണ് വയ്ക്കണം. അതിന് വേണ്ടി പവിഴത്തിൻ്റെ പൊടിയരി ഇതിന് നമുക്കൊരു 2 കപ്പ് എടുക്കാം. അത് ശർക്കര ഉരുക്കിയത്, 1 കവർ പാല്, നെയ്യ്, ആവശ്യത്തിന് നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക. നമുക്കൊരു കുക്കറിൽ ഈ അരി കഴുകി വേകാൻ വയ്ക്കാം. ഈ അരി ഞാൻ കുക്കറിൽ നിന്ന് ഒരു ചരുവത്തിലോട്ട് മാറ്റി. ഈ അരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കുറഞ്ഞു പോയാൽ അപ്പോൾ തന്നെ പാത്രത്തിൻ്റെ മൂട്ടിലങ്ങ് പിടിച്ച് പറ്റും, കരിഞ്ഞു പോവും. പിന്നെ നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. നല്ല മഴയത്ത് കുടിക്കാൻ പറ്റിയ പായസമാണ്. ഇത് ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം, ഇതിൻ്റെ മൂട്ടിൽ പറ്റി പിടിക്കാതിരിക്കാൻ. പണ്ടൊക്കെ ഇങ്ങനത്തെ പായസം വെച്ചാണ് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ ഇങ്ങനത്തെ പായസമാണ് ഞങ്ങളെ കുട്ടിക്കാലത്ത് വെച്ചിരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് പാൽ നമ്മൾ ഒഴിച്ച് ഇനി ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതാണ് യഥാർത്ഥ ശർക്കര പായസം. ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിടുന്നത് മധുരം പിടിക്കാനാണ്. ഏലക്ക ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 8-10 ഏലക്ക. ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് വെച്ചേക്കുന്നില്ല, നെയ്യിൽ വറുത്തതാണ്. പായസം ഇവിടെ റെഡിയായി. ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പാട്ട് കേൾക്കുന്നത് താരാട്ട് പാട്ട് കൊച്ചു മോനെ ഉറക്കുന്നതാണ്.